ഹദിയ ഇപ്പം 568 വെറുതെ ഇതിലിങ്ങനെ പോയപ്പോ വന്ന് കയറിയതാണ്. ഡോക്ടർ എന്നുള്ള നമ്മള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിയ സമയത്ത് എന്തേലും മൂടി ഞാൻ വേറെ എന്തേലും നോക്കാൻ വിചാരിച്ചു. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ചെവിയിൽ പഞ്ഞി വെക്കാറുണ്ടോ എന്നുള്ളത്. അധിക സമയം ഉറക്കത്തിനാണ് ചെലവഴിക്കുന്നത്. 5 മണിക്കൂർ മാത്രമേ പഠിക്കുന്ന സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സാറെ പറ്റ പിടുത്തം വിട്ടു പോയല്ലോ, ഭയങ്കര അടങ്ങാറായി പഠിപ്പിച്ചായിരുന്നല്ലോ. കുട്ടികളെ ഒതുക്കി നിർത്തി പഠിപ്പിക്കാനുള്ള കഴിവ് അവിടുത്തെ അധ്യാപകർക്കുണ്ട്. ഈ പ്രായം പോകുന്ന കുട്ടികളൊന്നും അത്ര ഒതുങ്ങി നിന്നിട്ട് പഠിക്കുന്ന സ്വഭാവം കാണില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഡോപ്പയിലെ 2 കൊല്ലത്തെ ലൈഫ്? അവിടെ പോയി നമ്മൾ എന്തായാലും പഠിക്കാൻ ഇറങ്ങാൻ പറ്റൂല. എപ്പോഴും വിചാരിച്ചു എൻ്റെ മുമ്പുള്ളവർ എൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും. അവസാന റാങ്ക് വന്നപ്പോൾ തല തിരിഞ്ഞിട്ട് വന്നത്. ഓരൊക്കെ മുമ്പിൽ ഉണ്ടായിരുന്നോണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഡോക്ടർ റഊഫ് സാറാണ്, നമ്മുടെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ 1ന്റെ പ്രിൻസിപ്പളാണ്. ഹാദിയാണ് കൂടെ ഉള്ളത്. വെറുതെ ഇതിലിങ്ങനെ പോയപ്പോൾ വന്ന് കയറിയതാണ്. എനിക്ക് എന്താ പണി എന്നൊക്കെ നോക്കാൻ വേണ്ടിയില്ലേ. ഈ റഊഫ് സാറും ഹാദിയും തമ്മിൽ, റഊഫ് സാറെ ഞാൻ പറഞ്ഞ് വീഡിയോയിലേക്ക് കൊണ്ടിരിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. റഊഫ് സാർ ആ കഥ പിന്നീട് പറയുന്നുണ്ടാവും. എന്താ ഇപ്പോഴത്തെ മെയിൻ വിനോദം? ഫോൺ കളിക്കുക. എന്താ റീൽ കാണാൻ? കാർട്ടൂണ്. നല്ല പ്രായ. ബാക്കി കൂടി പറഞ്ഞോ. അങ്ങനെയൊക്കെ തന്നെ. ഉറക്കം ഒരു 10 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ട്. സാറേ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചോടേലേക്ക് എത്തിയില്ല ഇങ്ങനെ ഉറങ്ങുക അല്ലേ. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും? ലാസ്റ്റ്ക്ക് നല്ല ചെയ്തേനെ. ഏകദേശം 4 മണിക്കൂറൊക്കെ പ്രേക്ഷകർക്ക്. 5 മണിക്കൂർ മാത്രമേ പഠിക്കുന്ന സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ കഥ മാറും കേട്ടോ. ഞാൻ ആലോചിക്കുകയാണ്, ഉമ്മ അന്ന് ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറേ പറ്റ പിടുത്തം വിട്ടു പോയല്ലോ, ഭയങ്കര അടങ്ങാറായി പഠിപ്പിച്ചായിരുന്നല്ലോ. പക്ഷെ 568 മാർക്കേ കിട്ടിയുള്ളൂ. ഉമ്മാക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു മാർക്കും ഫിഗറാണ് ഉമ്മാരുടെ കയ്യിലുള്ളത്. എന്തേലും എൻ്റെ ഒരു പ്രതീക്ഷ? ഞാൻ ബോർഡറിൽ എത്തുന്ന വിചാരിച്ചു. 550 ഇറങ്ങിയപ്പോ തന്നെ മനസ്സിലായി അത്രക്ക് ഉണ്ടാവുള്ളൂ. 550 ഏത് ബോർഡർ? കഴിഞ്ഞ വർഷത്തെ ഒരു മാർക്കൊക്കെ നോക്കിയിട്ട് അല്ല, എക്സാം ടഫ് എന്ന് മനസ്സിലായി. 550 കിട്ടുന്നത് ഞാൻ വിട്ടതൊക്കെ നോക്കുമ്പോ 550 പ്രതീക്ഷിച്ചു. പിന്നെ അതിന്റെ മേലേക്ക് പിന്നെ കുറെ വീഡിയോസ് തന്നു. 550 മേലെ കിട്ടിയാല് കട്ട് ഓഫ് നല്ലതാണ് നല്ലതില്. 550 താഴെയാണല്ലോ ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ആണെന്ന് മനസ്സിലാക്കി ഇറങ്ങിയ സമയത്ത് എന്തേലും മൂഡ് എന്തായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വേറെ എന്തേലും നോക്കാൻ വിചാരിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് റഊഫ് സാർ, ഞങ്ങളിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് റഊഫ് സാർ ഒരു കഥ പറഞ്ഞിട്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് +1 +2 കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്കൂൾ വെച്ചിട്ട് തന്നെ റിപ്പീറ്റിംഗ് കൊടുക്കൂലേ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൈക്രോ ബാച്ച് സംവിധാനം ഉണ്ട്. ആ മൈക്രോ ബാച്ചിലേക്ക് പോയ സമയത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ റഊഫ് സാർക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മളെ സ്കൂളിൻ്റെ ആ ഒരു റിപ്പീറ്റ് മോഡ് കഴിഞ്ഞ് പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൻ്റെ മുമ്പ് തന്നെ നമ്മളൊന്ന് പോയിട്ട് എയിംസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ റിപ്പീറ്റ് മോഡിൽ. ആ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ എത്തുന്ന അന്ന് രാവിലെ വരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ചയോടനുബന്ധിച്ച് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ കൂടെ വന്നു, ഈ സമ്മർദ്ദം ചെലുത്തൊന്നും വേണ്ട, പോന്നോട്ടെ, ഉമ്മ കൺവിൻസ് ചെയ്യണ്ട, അവള് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ അത് മനസ്സിലാക്കി. ശരി, എന്നാൽ താഴത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ പിക്ക് ചെയ്ത് കണ്ടൊന്ന് പുറത്തിറങ്ങി നമ്മളെ സ്കൂളിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഒന്ന് കുറച്ചപ്പുറത്ത് നമ്മൾ 2 പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കുന്നുണ്ട് 2 സ്കൂളിലായിട്ട് ബോർഡിൻ്റെ. അവിടെ വരെ ഒന്ന് പോയിട്ട് റിട്ടേൺ വരുമ്പോഴത്തേന് ആൾ ക്ലിയറായി, സംസാരത്തിലൊക്കെ ഒന്ന് ക്ലിയറായി, തിരിച്ചു പോകാൻ തീരുമാനമായി. ഉടനെ ഇവിടുന്ന് വീണ്ടും ഉമ്മാനെ വിളിക്കുന്നു. ഉമ്മ ഇവിടുന്ന് ബൈക്ക് എടുത്ത് ഓടി അനിയത്തിനും കൂട്ടി വന്ന് അവിടെ വേറെ റെൻറ്റിന് വാടക എടുത്തിട്ട് ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ സ്കൂൾ വണ്ടി കൊണ്ട് പോകുന്നുള്ള രീതിയിൽ നിന്ന് അവിടെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് അങ്ങനെ ഒരു ചിന്ത ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ശരിക്കും ആ റിപ്പീറ്റിൻ്റെ മുകളിൽ എയിംസിലൊക്കെ കുട്ടികൾ 9ാം സ്ഥാനത്ത് എത്തുന്നു. സ്കൂളിൽ നമ്മൾ കുട്ടികൾ എഴുതുന്നുണ്ട്, പൂക്കോട്ട് സ്കൂളിൽ എഴുതുന്നുണ്ടല്ലോ. MIC വരെ അവിടെ എത്തോളം മിണ്ടാണ്ടിരുന്നപ്പോൾ സാറെന്താ സാധാരണ കുറേ ഇങ്ങനെ പറയുന്നല്ലേ, ഇന്നെന്താ മിണ്ടാണ്ടിരിക്കണമെന്നും പറയാല്ലേ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ, ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യമല്ലേ. തിരിച്ചടുത്ത സ്കൂളിലെത്തിയപ്പോൾ അന്ന് പറഞ്ഞെന്താ വെച്ചാൽ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലുമായിട്ടുള്ള ചിലപ്പോൾ അതുമായിട്ടൊരു ബന്ധപ്പെട്ടായിരിക്കും. അത് അവിടുത്തെ ടീച്ചറോട് സംസാരിച്ചു. കഴിഞ്ഞ ഉടനെ തന്നെ ആൾ ക്ലിയറായി. സംഭവം ഒരു സിമ്പിളാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് എത്തുന്ന ഒരു ടോപ്പറായിട്ട് പിന്നീട് എത്തുന്ന ഒരു കുട്ടീൻ്റെ മനസ്സിൽ പോലും ചില സമയത്ത് ഉണ്ടാവേണ്ട ഒരു കോംപ്ലിക്കേഷൻ. അതെടുത്ത് പറയുമ്പം റഊഫ് സാറുടെ നാട്ടുകാരനാണ്. നമ്മുടെ ഒരു ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമൊക്കെ ഉണ്ട്, ഇങ്ങനെ നന്നായി ചെയ്യുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട്. സാറുടെ ഒരു കൺസേൺ അല്ലേ, സാറിൻ്റെ ഒരു
കെയറിന്റെ കണ്ണ് എന്നൊക്കെ പറയില്ല നമ്മള്, കെയറിങ്ങിന്റെ കണ്ണ് അതെപ്പോഴും ഹാദിയന്റെ പുറത്ത് ഉണ്ടാവാറുണ്ട് അല്ലേ? ഞാൻ ഡോപ്പൻ്റെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്ന വരുന്ന സമയത്ത് എനിക്കറിയില്ല. 2 ഗിഫ്റ്റാണ് കിട്ടിയത്. ഒന്ന് കോർഡിനേറ്റർ ആയിട്ട് എൻ്റെ സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു, 2 ക്ലാസ്സിൽ ഹാദിയ ഉണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പോൾ നമ്മളിവിടുന്ന് എന്നും ഇവിടെ ഇരുന്ന് കണ്ട ഒരു പ്രാക്ടീസിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവരമ്മൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവർ മക്കളെല്ലാവരും ഇങ്ങനെ പുറത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ പഠിക്കണതൊക്കെ എപ്പോഴും കാണണം. എന്നിരുന്നാലും ഇൻ്റഗ്രേറ്റഡ് അതൊക്കെ മതിയോ അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് വേണം. അപ്പോൾ എനിക്ക് കൊണ്ട് അധിക ദിവസങ്ങളും കൂടെ പോരുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവള് ചിലപ്പോൾ ചെവിയിൽ പഞ്ഞി വെക്കാറുണ്ടോ എന്നുള്ളത്. ആദ്യമൊക്കെ ഒരു മടിയൊക്കെ ആയിരുന്നു രാവിലെ കറക്റ്റ് ടൈമിലെത്താനൊക്കെ. ആ ആളാണ് നമ്മളെ സ്കൂളിലെ ടോപ്പറായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ജയിലാണെങ്കിലും നീറ്റിലാണെങ്കിലും സ്കോറിൽ അങ്ങോട്ട് അടിച്ചു കയറി നിൽക്കുന്നത്. അത് ജയിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 97.9. നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, 98% 97.9% ഉണ്ടായിരുന്നു. നീറ്റിന്റെ റിസൾട്ട് വന്നപ്പോഴും നല്ല റിസൾട്ട് ഉണ്ട് അല്ലേ? ആദ്യം വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ വിശേഷം ചോദിച്ചില്ല ഞങ്ങള്. ആദ്യം ഞങ്ങൾ രണ്ടുപേരും തള്ളലിന്റെ ആൾക്കാരായതുകൊണ്ട് നേരെ വർത്തമാനത്തിൽ കീറിയതാണ്. ഇമ്മണ്ട്, ഇപ്പ, പിന്നെ അനിയത്തി, കാക്കു. കാക്കുണ്ട്. കാക്ക എന്ത് ചെയ്യുന്നു? ഡിഗ്രി 3rd year. നമ്മുടെയൊക്കെ ഫാമിലി, സാധാരണ ഫാമിലിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടി പറ്റുമെന്നുള്ള അല്ലേ? ഫാമിലി ഒന്ന് വിശദീകരിച്ചു. ഉപ്പ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഓട്ടോ ഡ്രൈവർ. ഉപ്പ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തെ ഓട്ടോ ഓടിക്കുന്ന സാധാരണ ഒരു തൊഴിലാളിയാണ് അല്ലേ? ഉമ്മ പക്ഷേ UP സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ ഇപ്പൊ റിട്ടയർഡായി. ഓക്കെ. ഉമ്മ ഇതിനകത്ത് വലിയൊരു ബാക്ക് ബോർഡ് തന്നെ ആയിരുന്നു അല്ലേ? ഉമ്മ പഠിക്കുന്ന പറഞ്ഞാൽ എപ്പോഴും പിന്നാലെ എടുക്കും. പിന്നെ സാറും അതേപോലെ തന്നെയാണ്, പ്രിൻസിപ്പളിന്റെ അതേപോലെ തന്നെ ഉമ്മ. രണ്ടാളും പഠിക്കുക. ഒരാൾ ബാക്കിൽ ഇതാക്കുമ്പോൾ പിന്നെയൊക്കെ പഠിക്കാൻ ഒരു ഇതുണ്ടാകും. പിന്നെ രണ്ടാളും നല്ല രീതിയിൽ പഠിക്കുന്നു. പിന്നെ ഇപ്പാണെങ്കിൽ അത്രക്ക് ഇതാക്കൂല, ഫോഴ്സ് ചെയ്യില്ല. എന്താണ് ഇക്കുള്ളത് അതിലൊക്കെ ഉപ്പ കുറച്ചുകൂടി പുരോഗമന ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ അതും ഒഴിവാക്കിയിട്ട് അങ്ങനെ സ്വസ്ഥതക്ക് വേണ്ടിയിട്ട് വലുതായി വലിയ ആളുകളായില്ലേ. ഞാൻ സാറോട് ചോദിച്ചു എന്ത് ഭംഗി ഇവിടെ എന്നല്ലേ. എൻ്റെ ഇടയിലൂടെ ഒരു കാറ്റാടി പാടം അല്ലേ, ഒരു പാടം, അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്പോട്ട്. നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് ഇനി പോകാനിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജിലേക്കാണ്. നാട്ടുകാരൊക്കെ അറിഞ്ഞോ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നാട്ടുകാരാണെങ്കിലും ഞാൻ പഠിച്ച സ്കൂളാണെങ്കിലും അവർക്ക് നല്ല സപ്പോർട്ടാണ്. അറിഞ്ഞത് കുറെ എന്നിട്ട് പറഞ്ഞു കൺഗ്രാജുലേഷൻ. ഞാൻ പഠിച്ച LP തൊട്ട് UP പിന്നെ ഹൈസ്കൂള് പിന്നെ നാട്ടിൽ മൊത്തം നല്ല ഇതാണ്. ആദ്യമൊക്കെ ആർക്കൊക്കെ വിളിക്കാൻ തോന്നി ഇങ്ങനെ അറിഞ്ഞപ്പോ? ഞാൻ 10ൽ പിന്നെ പഠിപ്പിച്ച ടീച്ചറുണ്ട്, മലയാളം. ആ മിസ്സിനോട് ആദ്യം പറഞ്ഞ് നല്ലതുണ്ട്. പിന്നെ സാറിനോട് പറഞ്ഞു. പിന്നെ LPയിലുള്ളവരൊക്കെ പിന്നെ അറിഞ്ഞു. സാർമാരോട് കണക്റ്റഡ് ആണല്ലേ? UP സ്കൂളൊക്കെ ടീച്ചേഴ്സിന്റെ സ്കൂൾ 100ാം വാർഷികം ഇപ്രാവശ്യം എന്തായാലും അനുമോദിക്കണം അല്ലേ? ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് കോളേജിലാണ് ഇഷ്ടം പോവാനായിട്ട് ഇനിയിപ്പം? കോഴിക്കോട് താല്പര്യം. കിട്ടുകയാണെങ്കിൽ അവിടെ പോകും, അല്ലെങ്കിൽ തിരുവനന്തപുരം സ്ഥലം, തൃശ്ശൂര് കിട്ടുകയാണെങ്കിൽ. തൃശ്ശൂരൊക്കെ നല്ല അക്കാഡമിക്സ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതിനകത്ത് നമ്മുടെ ടീം എന്തായാലും നിങ്ങളോട് പറയും ഏതൊക്കെ എവിടേക്കാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു ഡോപ്പയിൽ 2 കൊല്ലത്തെ ലൈഫ്? പഠിക്കുക അങ്ങനെയാണ്. +1 പിന്നെ കുറച്ചുകൂടി അത്രക്ക് സ്ട്രിക്റ്റ് അല്ല ഞങ്ങൾ അത്ര. +2 ആയപ്പോൾ പിന്നെ നല്ല നോക്കൽ തുടങ്ങി. പിന്നെ അവിടെ നല്ല പഠിക്കാനുള്ള നല്ല അന്തരീക്ഷമാണ്. അവിടെ പോയാൽ നമ്മൾ എന്തായാലും പഠിക്കാതെ ഇറങ്ങാൻ പറ്റൂല. നല്ല പഠിപ്പിച്ചിട്ട് വിടുള്ളൂ. ആർട്സ്, സ്പോർട്സ്, അങ്ങനെ കാര്യങ്ങളെല്ലാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോപ്പയിൽ ഇങ്ങനെ രാവിലെ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി വൈകുന്നേരം നമ്മൾ റിഫ്ലക്ഷൻ നോട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമ്മൾ എന്താണെന്ന് ചെയ്തത് അതുവരെയുള്ള പദ്ധതികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഏതായിരുന്നു? മിഷൻ NCERT. മിസ് ചെയ്യുന്നുണ്ടോ മിഷൻ NCERT ഇപ്പോൾ? കുറേ കുട്ടികള് ഒപ്പം ഇരുന്നാണ്ട് കളിന്റെ ഒപ്പം പഠിക്കുക. അതെ. കൂടെ ഉള്ളവരൊക്കെ എപ്പോഴും അങ്ങനെ ഒരു ഡിഗ്രിയോ എന്ത് ചെയ്യണമെന്നോ പബ്ലിക് എക്സാമിൽ മാർക്ക് കുറഞ്ഞോ ഒക്കെ നിൽക്കുന്ന സമയത്ത് എന്താ ഓരോരോ മൂഡ് എങ്ങനെ ഉണ്ട്? ഇപ്പം എനിക്ക് തോന്നുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ എടുത്ത് നന്നായോ? ഗവൺമെന്റ് പഠിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ എൻട്രൻസ് ഒക്കെ ഇതിന് പിന്നെ 1 വർഷം കൂടി പോകേണ്ടി വരും. 2 വർഷം കളയാതെ നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഉപകാരം. എൻ്റെ മുന്നിൽ കുറേ റാങ്കുകാരുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ തന്നെ സ്കൂളിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു, നമുക്ക് തന്നെ വേണ്ടപ്പെട്ട കുട്ടികൾ. അവർ ഒക്കെ താഴെയായിട്ടിരുന്നു പലപ്പോഴും റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വലിയ മാർക്കിലേക്കൊക്കെ എത്തും എന്നൊക്കെ ഉള്ളത്? ഇല്ല, ഞാൻ എപ്പോഴും വിചാരിച്ചത് എൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും. അവസാന റാങ്ക് വന്നപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും
തലതിരിഞ്ഞിട്ട് വന്നത്. ഓരൊക്കെ മുമ്പിൽ ഉണ്ടായിരുന്നോണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ലിമിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാണ്ട് എന്നുള്ളത് നമ്മുടെ ഈ പരിധിക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. മാമനൊക്കെ ഉണ്ടോ? അമ്മാവനൊക്കെ എന്താ പറയുന്നത്? എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചെന്നോ? അമ്മായിയൊക്കെ വന്നു. ആരാ ഗിഫ്റ്റ് വാങ്ങിച്ചെന്ന്? എൻ്റെ ഒരമ്മായിൻ്റെ സൗദമ്മായി കോളേജിൽ പ്രൊഫസറാണ്. എന്ത് വാങ്ങിച്ചെന്ന്? കേക്ക്. പിന്നെ എനിക്ക് താത്തണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓരും വന്ന് പിന്നെ കസിന് ഓരൊക്കെ ഉണ്ട്. എല്ലാവർക്കും കുടുംബത്തിൽ തന്നെ ഭയങ്കര ഇതാണ്, എല്ലാവരും സപ്പോർട്ടാണ്. ഉമ്മച്ചി ഈ മാർക്ക് വന്ന സമയത്തില്ലേ, നേരത്തെ പറഞ്ഞു എന്നോട്, മാർക്ക് വന്ന സമയത്ത് ഉമ്മച്ചി നീ പുറത്തു പോയപ്പോൾ എന്നോട് മാറി വിളിച്ചിട്ട് സാറേ ആകെ സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉറപ്പാണ്, ഇത് നല്ലൊരു സ്കോറാണ്, ഐ മീൻ നല്ല കോളേജിൽ. അപ്പോൾ ഉമ്മാൻ്റെ വിചാരം എന്താ വെച്ചാൽ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു സാധനം. ഇനി എന്താ ചെയ്യാന്നൊക്കെ, റിപ്പീറ്റിന് പോകേണ്ടി വരും, എവിടെ ചെയ്യുക എന്നൊക്കെ രീതിയിലാണ് ഉമ്മ സംസാരിച്ചത്. 1-2 ഇൻ്റർവ്യൂ ആദ്യം എൻ്റെ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പരാമർശിക്കുന്ന പേരാണ് മെയിനായിട്ട് ഉമ്മ, ഉപ്പ, അതേപോലെ നേരത്തെ പറഞ്ഞ സാറ്, എല്ലാ കോർഡിനേറ്റേഴ്സിനൊക്കെ പറയാറുണ്ട്. അപ്പം 10ാം ക്ലാസ് എങ്ങനെ അവളുടെ ഒരു പഠനം? ചെറുപ്പത്തിൽ മുതൽ തന്നെ പിന്നെ ഉഷാറായിരുന്നു. പിന്നെ LKG UKGയിലൊന്നും പോവാതെ ഡയറക്റ്റ് പിന്നെ നമ്മളെ മലയാളം സ്കൂളിൽ പോയി. മലയാളം മീഡിയം? മലയാളം മീഡിയത്തിൽ. മലയാളം മീഡിയം അല്ലേ? അയ്യോ ഞാൻ അത് അറിയില്ല കേട്ടോ, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. അല്ല, LP-ന്ന് പിന്നെ LSS കിട്ടിയിരുന്നു. LP സ്കൂളിൽ നിന്ന്. അതെ, UP-ന്ന് USS കിട്ടിയിരുന്നു. NMMS പിന്നെ നിങ്ങളുള്ളത് കൊണ്ട് എഴുതാൻ വേണ്ടി പറ്റില്ലുണ്ടാവില്ല അല്ലേ? അതെ, എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ മിടിക്കുന്നു. ഡോക്ടർ എന്നുള്ളൊരു സംഭവം എങ്ങനെയാണ്? ഡോക്ടർ എന്നുള്ള നമ്മള് പിന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഡോപ്പയിൽ ചേർന്നതോടുകൂടി അതൊരു യാഥാർത്ഥ്യമായി. എങ്ങനെ അങ്ങോട്ട് വരാൻ കാരണം എന്താ? ഡോപ്പയിൽ അഡ്മിഷൻ എടുക്കാൻ കാരണം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള അതിനകത്ത് എന്താ വെച്ചാൽ ഫസ്റ്റ് ബാച്ചാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ഫസ്റ്റ് ബാച്ചാ. സാറ് പറഞ്ഞ പോലെ പിന്നെ സാന്ദർഭികമായിട്ടാണ് ഓരോ സംഭവങ്ങളും നടക്കുക. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭർത്താവ് പറഞ്ഞതാണ്, അങ്ങനെ പോയാൽ നല്ലതാണ് സഫിയ, ഒന്ന് ചേർത്തൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ നല്ല എൻ്റെ ഭർത്താവാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പോയി ചേർത്തതാണ്. അപ്പോൾ ഭർത്താവിനും വളരെ സന്തോഷമായി. അങ്ങനെ പോയി. അപ്പോൾ അവിടെ എൻ്റെ പിന്നെ സ്കോളർഷിപ്പ് എക്സാമൊക്കെ എഴുതിയപ്പോൾ ഇവൾക്കാണ് അവിടെ ഏറ്റവും കുറവായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ വന്നപ്പോൾ വളരെ സന്തോഷമായി. കാരണം എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പോലെ. റൌഫ് എന്ന് പറയാൻ കാരണം ഇവർ അടുത്തടുത്താണ്. റൌഫ് സാറുടെ താത്തയായിട്ട് വരുന്ന അത്രയും അടുപ്പുള്ള അയൽവക്കാരാണ്. അതുകൊണ്ടാണ് റൌഫ് പറഞ്ഞത്. റൌഫ് തന്നെ പറയുള്ളൂ, കാരണം അടുപ്പാണ്. ചെറിയ കുട്ടിയായ സമയത്തെ കാണുന്നതും ഇതാക്കുന്നതായിരിക്കും. ഇപ്പൊ പ്രിൻസിപ്പളാണ് അവിടുത്തെ. അപ്പൊ ഈ പ്രിൻസിപ്പള് സഹായം വളരെ നല്ലതായിരുന്നു. പിന്നെ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി പിന്നെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളായിരുന്നു. എനിക്ക് നിങ്ങൾ കുറേ ഒളിഞ്ഞു വിളിക്കാറുണ്ട്. ഞാൻ ആദ്യ ഭയങ്കര കച്ചറയാണോ? മീൻ വിളിക്കുന്നതൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാവോ? റിസൾട്ട് വന്നപ്പോൾ ഞാൻ തൊട്ട് മുന്നേ ആദ്യനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയായിരുന്നു, റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ മാർക്ക് കുറവാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൾ ഇട്ടല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ? അത് ഞാൻ പിന്നെ സാറിനോടൊന്ന് അഭിപ്രായം ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇവള് പറഞ്ഞിരുന്നു കുറച്ചൊക്കെ കിട്ടുമായിരിക്കാം, പക്ഷെ അല്ലാതെ ഉയർന്ന നിലയിൽ എത്തൂലട്ടമ്മാന്ന് പറഞ്ഞിരുന്നു. ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഹാദിയക്ക് മോട്ടിവേഷൻ നേരത്തെ ഉമ്മ എങ്ങാണ്ട് പറയുകയുണ്ടായില്ലേ? എങ്ങനെയാ ഫാമിലിയിൽ ആരും പഠിച്ചവരോ അങ്ങനെ എന്തെങ്കിലും? ഫാമിലിയിൽ എൻ്റെ പെങ്ങന്മാര്, ആദ്യം എൻ്റെ അമ്മായി, പിന്നെ സൗദ പഠിക്കാൻ വളരെ ഉഷാറായിരുന്നു. പിന്നെ അന്നത്തെ പിന്നെ ഞങ്ങളെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ചൊന്നും കൂടുതൽ പിന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ആദ്യം എൻ്റെ ഉമ്മ ടീച്ചറാണ്. പിന്നെ അപ്പോൾ കുറച്ചും കൂടെ ഉഷാറായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ പെങ്ങള് കൊപ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് PSC സെലക്ടഡ് ആയിട്ട് കിട്ടി. PSCയിൽ സെലക്ടഡ് ആയിട്ട് കിട്ടിയ ആളാണ്. അപ്പോൾ പിന്നെ ആദ്യക്കും അനിയത്തിക്കും പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി അത് മുഖാനെ കിട്ടിയിട്ടുണ്ട്. അതെ, ഫാമിലി ഞാനിങ്ങനെ നോക്കിയായിരുന്നു ആരാണ് ഫാമിലിയിൽ. ഉമ്മണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾ ടീച്ചറാണ്. അപ്പം എങ്ങനെയാണ് എന്നുള്ളൊരു സംഭവം. അപ്പം കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ആരെങ്കിലും ക്രാക്ക് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? ഫാമിലി എൻട്രൻസിൽ ഇപ്പോൾ ആദ്യം തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫാമിലിക്കാർ. പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു പ്രത്യേകിച്ച് ഉമ്മാക്ക് അതറിയാലോ, നമ്മളെക്കാളും ഉമ്മാക്ക് അറിയാം എങ്ങനെയായിരുന്നു ഓളുടെ ഒരു മാനസിക നില? എപ്പോഴെങ്കിലും നേരത്തെ സാറ് പറഞ്ഞു പോണില്ല എന്നൊക്കെ പറഞ്ഞ കഥ പറഞ്ഞു, എന്തായിരുന്നു അത്? അധിക സമയം പിന്നെ ഉറക്കത്തിനാണ് ചെലവഴിക്കുന്നത്. പക്ഷേ ആ പഠിക്കണ നേരത്ത് നല്ലവണ്ണം ക്ലിയറായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലാണത്. നമ്മളെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് 2
മാസത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ ആ മൈക്രോ ബാച്ചിൽ കൊണ്ടുപോയി മൈക്രോ ബാച്ചിൽ കൊണ്ടുപോയതിന് ശേഷം മാത്രമാണ് അവള് വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളത്. അല്ല, എനിക്ക് പിന്നെ മകളെ അത്ര ദൂരം പറഞ്ഞയക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങോട്ട് കോഴിക്കോട്ടേക്ക്. പിന്നെ റൌഫും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോ നമ്മളാ പോവാൻ സമ്മതിച്ചേട്ടോ. അതുപോലെ പഠിക്കുന്ന സമയത്ത് എപ്പോഴേലൊക്കെ വിളിക്കലൊക്കെ ഉണ്ടോ? ഇങ്ങനെ വിളിക്കുമ്പോൾ എന്ത് പറയും? ഇങ്ങനെ കോളിംഗ് ഹവർ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ, ആർക്കാ വിളിക്കല്? ഉമ്മാക്കോ ഉപ്പാക്കോ? എപ്പോഴും വിളിക്കലൊക്കെ എന്നെ തന്നെയാണ്. പക്ഷെ വിളിക്കുമ്പോ പറയുന്നത് പഠിക്കണ കാര്യം ചോദിക്കില്ല, വേറെ എന്തെങ്കിലും ചോദിച്ചോളി. ഇനി എന്താ പറയാനുള്ളത്, കോഴിക്കൾ എന്തായി, മറ്റേതെന്തായി എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പെറ്റ്സിന്റെ ആളാണോ? പെറ്റ്സിന്റെ ആളാണ്. തമാശ രൂപത്തിലാണ് എല്ലാ കാര്യം ചോദിക്കുക. അപ്പൊ ഉമ്മാനോട് എൻഗേജ് ചെയ്യാൻ വേണ്ടി ഉമ്മാക്ക് ഇഷ്ടമാണ് എന്ന് അവൾക്കറിയാം. അപ്പൊ അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിട്ട് ചോദ്യം. ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞല്ലോ അല്ലേ? ആരെങ്കിലും ഒക്കെ വിളിച്ചപ്പോഴോ എങ്ങനെയും സംസാരിച്ചോ? എങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ എന്ത് പറയുന്നു? ടീച്ചേഴ്സൊക്കെ പറയുന്നത് നല്ലൊരു മാർക്കാണ്, +2ന്റെ കൂടെ അല്ലേ അപ്പൊ ഇങ്ങനെ കിട്ടിയത്, അത് വളരെ നല്ലതായിട്ടാണ് ടീച്ചറെ. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങള് പിന്നെ BBS തന്നെ പറഞ്ഞയക്കണം. വളരെയധികം സന്തോഷമാണ് എല്ലാവർക്കും. പിന്നെ പങ്ങന്മാരൊക്കെ ടീച്ചറായി, ഇനിയിപ്പോൾ അതിനും മുകളിൽ നമ്മളൊരു കുട്ടി വരുമ്പോൾ പിന്നെ നമ്മളീ ഫാമിലിയിൽ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഫാമിലിന്റെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിയത്. ഫാമിലി മാത്രമല്ല, അയൽവാസികളും നാട്ടുകാരും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവള് സ്വന്തമായിട്ട് എടുത്ത് റിസ്ക് എടുത്ത് നിങ്ങളെ സപ്പോർട്ടോട് കൂടി കിട്ടിയ ഒരു വിജയം. അതെ അതെ. എന്താ ഒരു ഇരട്ടി മുതൽ തന്നെ ഉണ്ട്. ഞാൻ അവസാനത്തിലേക്ക് കൊടുക്കുമ്പോൾ എന്താ ഡോപ്പിനെ കുറിച്ച് എന്താണ് ഉമ്മാക്കും ഉപ്പാക്കും പറയാനുള്ളത്? നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം നിങ്ങളെ സപ്പോർട്ടോട് കൂടി നമ്മളെ മകള് ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാകരുത്. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ കുട്ടികളെ ഒതുക്കി പഠിപ്പിക്കാനുള്ള കഴിവ് അവിടുത്തെ അധ്യാപകർക്കുണ്ട്. ഈ പ്രായം പോകുന്ന കുട്ടികളൊന്നും അത്ര ഒതുങ്ങി നിന്നിട്ട് പഠിക്കുന്ന സ്വഭാവം കാണില്ലല്ലോ. അതേമാതിരി പിന്നെ കോഴിക്കോട്ടേക്ക് പോയപ്പോൾ അതിലും വളരെ ആ സിസ്റ്റം ഇതുവരെ കണ്ടിട്ടില്ല. അത് ആഷിഖ് സാറ് ഒരു സിസ്റ്റം കൊണ്ടുവന്നിരുന്നു. ആഷിഖ് സാറിന്റെ ആ സിസ്റ്റം ഇവൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നും, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അതിൽ ഇവിടെ ഇത്രേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ എത്തൂല. എനിവേ, വലിയ വിജയത്തിലേക്ക് വേണ്ടി എത്തിയ ഹാദിയക്കും ഹാദിയനെ നമ്മുടെ കട്ടക്ക് കൂടെ നിന്ന് ഹാദിയയുടെ ഓരോ വളർച്ചയിലും ഓരോ തളർച്ചയിലും കട്ടക്ക് കൂടെ നിന്നിട്ടുള്ള നമ്മുടെ ആദിയുടെ ഉമ്മ, അതുപോലെ ഉപ്പ, കാക്ക, അനിയത്തി, ഒപ്പം ആദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായ പ്രിൻസിപ്പൽ സാർക്കും എല്ലാവിധ സന്തോഷങ്ങളും നേരാണ്.